ഹായ്, ഇപ്പോൾ എല്ലാവർക്കും പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 നമ്മുടെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ചോദ്യങ്ങളല്ല, കുറച്ചധികം ചോദ്യങ്ങൾ എന്ത് ചെയ്തു നമ്മളിപ്പോൾ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആ വീഡിയോസ് ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആണ് കറണ്ട് അഫയേഴ്സ് വേണമെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് കയറിയാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോർമൽ കറണ്ട് അഫയേഴ്സ് മാരത്തോൺ എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ നമ്മുടെ ഓരോ പേരിട്ടേക്കണം. ഓക്കെ, നമുക്ക് ജോലി കിട്ടണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ ഒരു രീതിയിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ച് പോകണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ നോർമൽ കറണ്ട് അഫയേഴ്സിൻ്റെ മാരത്തോൺ എന്ന് പറഞ്ഞ പേരിട്ടേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കയറി കാണാം. ടൈം കളയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം. സാധാരണ ഒരു 50 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഓരോ വീഡിയോയിലും നോക്കി പോകുന്നത്. ഇന്നത്തെ നമ്മുടെ 50 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കി പോവാം. ശ്രദ്ധിച്ചോ. പാസഞ്ചർ ട്രെയിനുകളിലും അൺറിസർവ്ഡ് കോച്ചുകളിലും യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാനും സീസൺ പാസ് പുതുക്കുവാനും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുവാനുമായി മാർച്ച് 1 മുതൽ നിലവിൽ വരുന്ന പുതിയ ആപ്ലിക്കേഷൻ, റെയിൽവേയുടെ പുതിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് എന്താണ്? റെയിൽ വൺ ആപ്പ്. ആപ്പിൻ്റെ പേര് റെയിൽ വൺ ആപ്പ്. ചോദ്യം ശ്രദ്ധിച്ചോ. പാസഞ്ചർ ട്രെയിനുകളിലും അൺറിസർവ്ഡ് കോച്ചുകളിലും യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാനും സീസൺ പാസ് പുതുക്കുവാനും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനുമായിട്ട് മാർച്ച് 1 മുതൽ നിലവിൽ വരുന്ന പുതിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്ട? റെയിൽ വൺ ആപ്പ്. ആപ്ലിക്കേഷൻ്റെ പേര് റെയിൽ വൺ ആപ്പ്. അടുത്ത ചോദ്യം, ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയാനായി വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യ. ഉത്തരം ഡോംസ്, ഡ്രൈവർ ആൻഡ് എക്യുപ്മെൻറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഡോംസ് എന്നാണ് ആ ഒരു AI സംവിധാനത്തിൻ്റെ പേര്. അപ്പോൾ ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയാനായിട്ട് വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യയുടെ പേര് ഡോംസ്. ആ സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഡോംസ് എന്നാണ് സാങ്കേതിക വിദ്യയുടെ പേര്. ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയാനായിട്ട് വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യയാണിത്, ഡോംസ് എന്ന സാങ്കേതിക വിദ്യ. അടുത്ത ചോദ്യം പറയാം. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തത് മൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പാക്കുന്ന പോർട്ടൽ. ഏത് പോർട്ടൽ? ഇ പ്രിസൺ പോർട്ടൽ. അപ്പോൾ എന്താണ് ഇ പ്രിസൺ പോർട്ടൽ? ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തത് മൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പിലാക്കുന്ന പോർട്ടൽ. ഏതാണ്? ഇ പ്രിസൺ പോർട്ടൽ. ഇ പ്രിസൺ പോർട്ടൽ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വച്ചേക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായി ഗൂഗിൾ നടപ്പാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലൂടെയുള്ള കേബിൾ ശൃംഖലയുടെ പേര്. ഉത്തരം അമേരിക്ക ഇന്ത്യ കണക്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായിട്ട് ഗൂഗിൾ നടപ്പാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലൂടെയുള്ള കേബിൾ ശൃംഖലയുടെ പേര് വേറെന്താണ്? അമേരിക്ക ഇന്ത്യ കണക്ട്. പഠിച്ചു വെച്ചോ, അമേരിക്ക ഇന്ത്യ കണക്ട്. ഓക്കെ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായിട്ട് ഗൂഗിൾ നടപ്പാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലൂടെയുള്ള കേബിൾ ശൃംഖലയുടെ പേര് അമേരിക്ക ഇന്ത്യ കണക്ട്. അടുത്ത ചോദ്യം, ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയിൽ 130 ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന നിവു എന്ന AI അവതാറിനെ അവതരിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം സഞ്ചാര സാമൂഹിക മാധ്യമ ആപ്ലിക്കേഷൻ പേര് എക്സ്പെർജർ എന്നാണ്. ഉത്തരത്തിൻ്റെ പേര് എക്സ്പെർജർ. ആ മാധ്യമ ആപ്ലിക്കേഷൻ്റെ പേരാണ് എക്സ്പെർജർ. അപ്പോൾ ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയിൽ 130 ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന നിവു എന്ന AI അവതാറിനെ അവതരിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം സഞ്ചാര സാമൂഹിക മാധ്യമ ആപ്ലിക്കേഷൻ ഏതാണിത്? എക്സ്പെർജർ. ഓക്കെ, എക്സ്പെർജർ എന്ന ആപ്ലിക്കേഷനാണ്. അടുത്ത ചോദ്യം, 2026 ബഡ്ജറ്റിൽ വിദേശയാത്രകൾക്കും പഠനത്തിനുമുള്ള TCS നിരക്ക് മുൻ ഉണ്ടായിരുന്ന 5%-ലും 20%-ൽ നിന്നും എത്രയായിട്ട് ഏകീകരിക്കുന്നു? എത്രയായിട്ടാണ്? 2%. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. 2026 ബഡ്ജറ്റിൽ വിദേശയാത്രകൾക്കും പഠനത്തിനുമുള്ള
TCS നിരക്ക് മുൻപുണ്ടായിരുന്ന 5%-ലും 20%-ത്തിൽ നിന്ന് എത്രയായിട്ട് ഏകീകരിക്കുന്നു? 2% എന്ത് ചെയ്തു? ഇപ്പോൾ ഏകീകരിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ഫെബ്രുവരിയിലെ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റിപ്പോ നിരക്ക് 2026 ഫെബ്രുവരിയിൽ എത്രയായിരുന്നു? 5.25%. ഓക്കെ, 2026 ഫെബ്രുവരിയിലെ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ നിലവിലെ റിപ്പോ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയും? 5.25%. റിവേഴ്സ് റിപ്പോ എത്രയാണ്? 3.35. ഓക്കെ, അപ്പോൾ നമ്മുടെ റിപ്പോ നിരക്കാണെങ്കിൽ 5.25, റിവേഴ്സ് റിപ്പോ ആണെങ്കിൽ എത്രയാണ്? 3.35. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ റിപ്പോ നിരക്കാണെങ്കിൽ നിലവിൽ 5.25, 2026 ഫെബ്രുവരിയിലെ കണക്കാണ്. 5.25, റിവേഴ്സ് റിപ്പോ ആണെങ്കിൽ 3.35. ഈ കണക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊന്ന് കണക്കുകളൊന്ന് നെറ്റിലൊന്ന് നോക്കുക. ഓക്കെ, മാറി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത്, ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന ബാങ്കിങ് ഉപയോക്താക്കൾക്ക് റിസർവ് ബാങ്ക് ഇനി മുതൽ എത്ര രൂപ വരെയാണ് നഷ്ടപരിഹാരം നൽകുന്നത്? ഒരു വ്യക്തി ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ അവന് എത്ര രൂപ നമ്മുടെ റിസർവ് ബാങ്ക് നഷ്ടപരിഹാരം നൽകും? 25,000 രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചോ, ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന ബാങ്കിങ് ഉപയോക്താക്കൾക്ക് റിസർവ് ബാങ്ക് ഇനി മുതൽ എത്ര രൂപ വരെയാണ് നഷ്ടപരിഹാരം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്? നഷ്ടപരിഹാരം നൽകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2026 ISRO വിക്ഷേപണത്തിനൊരുങ്ങുന്ന തത്സമയ നിരീക്ഷണത്തിനുള്ള ജിയോ ഇമേജിംഗ് ഉപഗ്രഹം. ഉത്തരം GSAT 1A. സോറി, മാറിപ്പോൾ GSAT 1A ആണ്, ഇത് തെറ്റാണ്. ഓക്കെ, GSAT 1A അല്ലെങ്കിൽ EOS 5. ഓക്കെ, അപ്പോൾ 2026 നമ്മുടെ ISRO വിക്ഷേപണത്തിന് ഒരുക്കുന്ന തത്സമയ നിരീക്ഷണത്തിനുള്ള ജിയോ ഇമേജിംഗ് ഉപഗ്രഹത്തിൻ്റെ പേര് GSAT 1A അല്ലെങ്കിൽ EOS 5. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അടുത്ത ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 4 ആണ്. ശ്രദ്ധിച്ചോ, ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന എപ്പോഴാണ്? 2028. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ അടുത്ത ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഏത് വർഷമാണ് മക്കളെ? 2028. അടുത്ത ചോദ്യം, ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങളാണ് അടുത്തിടെ മാലിദ്വീപിൽ നിന്ന് കണ്ടെത്തിയത്? അതൊരു വലിയൊരു ന്യൂസ് ആയിരുന്നു. ഏതാണ്? LVM-3 ആണ്. ഓക്കെ, അപ്പോൾ ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങളാണ് അടുത്തിടെ മാലിദ്വീപിൽ നിന്ന് കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LVM-3. ഏതാണ്? LVM-3 ആണ്. ഓക്കെ, ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങളാണ് അടുത്തിടെ മാലിദ്വീപിൽ നിന്നും കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? LVM-3 ആണ്. അടുത്ത ചോദ്യം, ISROയുടെ 2026 വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യമായ PSLV-C 62 പരാജയം അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയിലെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മൾ മുമ്പ് പഠിച്ചു. ഏതാണ് അത്? K. വിജയരാഘവനാണ്. ഇത് നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി. അപ്പോൾ K. വിജയരാഘവനാണ്. അപ്പോൾ ISROയുടെ 2026 വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യമായിരുന്ന PSLV-C 62 അതെന്തായിരുന്നു? അതൊരു പരാജയമായിരുന്നു. ഈ ഒരു പരാജയം അന്വേഷിക്കുവാൻ നിയോഗിച്ച സമിതിയിലെ അധ്യക്ഷൻ ആരാണത്? അത് K. വിജയരാഘവനാണ്. ആരാണ് അധ്യക്ഷൻ? K. വിജയരാഘവൻ. ഓക്കെ, യെസ്, നമ്മുടെ PSLV-C 62 അത് പരാജയമായിരുന്നു. ആ ഒരു പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉണ്ടായിരുന്ന ആ സമിതിയിലെ അധ്യക്ഷനാരാണ്? K. വിജയരാഘവൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ജസ്റ്റ് നോക്കിയ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചിട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ശ്രദ്ധിച്ചോ, പാസഞ്ചർ ട്രെയിനുകളിലും അൺറിസർവ്ഡ് കോച്ചുകളിലും യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കുവാനും സീസൺ പാസ് പുതുക്കുവാനും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുവാനുമായി മാർച്ച് 1 മുതൽ നിലവിൽ വരുന്ന പുതിയ ആപ്ലിക്കേഷൻ്റെ പേര്? ഉത്തരം റെയിൽ 1 ആപ്പ്. ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയാനായി വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യ? ഉത്തരം ഡോംസ്.
ഡ്രൈവർ ആൻഡ് എക്യുപ്മെൻറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം. ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തത് മൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പാക്കുന്ന പോർട്ടൽ. ഉത്തരം ഇ പ്രിസൺ പോർട്ടൽ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിനായിട്ട് ഗൂഗിൾ നടപ്പാക്കുന്ന പുതിയ സമുദ്രത്തിനടിയിലൂടെയുള്ള കേബിൾ ശൃംഖലയുടെ പേര്. ഉത്തരം അമേരിക്ക ഇന്ത്യ കണക്ട് എന്നാണ്. ഓക്കെ, അടുത്ത് ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയിൽ 130 ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന നിവു എന്ന AI അവതാറിനെ അവതരിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം സഞ്ചാര സാമൂഹിക മാധ്യമ ആപ്ലിക്കേഷൻ. ഉത്തരം എക്സ്പെർജർ. 2026 ബഡ്ജറ്റിൽ വിദേശയാത്രകൾക്കും പഠനത്തിനുമുള്ള TCS നിരക്ക് മുൻപുണ്ടായിരുന്ന 5%-ലും 20%-ത്തിൽ നിന്നും എത്രയായിട്ട് ഏകീകരിക്കുന്നത്? 2% ഏകീകരിക്കുന്നു. 2026 ഫെബ്രുവരിയിലെ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റിപ്പോ നിരക്ക് എത്രയാണ്? 5.25. റിവേഴ്സ് റിപ്പോ ആണെങ്കിൽ 3.35. ഓക്കെ, അടുത്ത് ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന ബാങ്കിംഗ് ഉപയോക്താക്കൾക്ക് റിസർവ് ബാങ്ക് ഇനി മുതൽ എത്ര രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്? 25,000 രൂപ. ഓക്കെ, 2026 ISRO വിക്ഷേപണത്തിനൊരുങ്ങുന്ന തത്സമയ നിരീക്ഷണത്തിലുള്ള ജിയോ ഇമേജിംഗ് ഉപഗ്രഹം ഏതാണ്? GSAT-1A അല്ലെങ്കിൽ EOS 5. ഇന്ത്യയുടെ അടുത്ത ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 4 എന്ന് വിക്ഷേപിക്കും 2028. ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങളാണ് അടുത്തിടെ മാലിദ്വീപിൽ നിന്ന് കണ്ടെത്തിയത്? LVM-3. ISROയുടെ 2026 വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യമായ PSLV-C 62 പരാജയം അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയിലെ അധ്യക്ഷനാര്? ആരായിരുന്നു? അത് K. വിജയരാഘവനാണ്. ആരാണ്? K. വിജയരാഘവൻ. ഓക്കെ, K. വിജയരാഘവനാണ് എന്ത് ചെയ്തത്? ആ ഒരു നമ്മുടെ സമിതിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയുടെ കരുത്ത് കൂട്ടാൻ 2026 ഫെബ്രുവരി 27 കമ്മീഷൻ ചെയ്ത ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ. ഉത്തരം INS അഞ്ച്ദ്വീപ് ആണ്. അഞ്ച്ദ്വീപ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് കമ്മീഷൻ ചെയ്ത ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതായിരുന്നു? INS അഞ്ച്ദ്വീപ്. ഓക്കെ, INS അഞ്ച്ദ്വീപ്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയുടെ കരുത്ത് കൂട്ടാൻ 2026 ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്ത ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതാണ് മക്കളെ? INS അഞ്ച്ദ്വീപ്. അടുത്ത ചോദ്യം, 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന യുദ്ധവിമാനം ഏത്? സുഖോയ് 57. ഓക്കെ, അപ്പോൾ 2026 ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഏതാണ്? അത് നമ്മുടെ സുഖോയ് 57. 2026 ഫെബ്രുവരി ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഏതാണ്? സുഖോയ് 57. സുഖോയ് 57 ഇന്ത്യ ഏത് രാജ്യത്തു നിന്ന് വാങ്ങുന്നതാണ്? റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് L&T ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന ആദ്യ കേഡറ്റ് പരിശീലന കപ്പൽ, അതായത് കേഡറ്റുകളെ പരിശീലിപ്പിക്കുന്ന കപ്പൽ ഏതാണ്? അത് കൃഷ്ണയാണ്. കൃഷ്ണ. ഓക്കെ, ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് L&T ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന ആദ്യ കേഡറ്റ് പരിശീലന കപ്പൽ ഏതാണ് മക്കളെ? അത് കൃഷ്ണയാണ്. കൃഷ്ണ. ഓക്കെ, ആദ്യ കേഡറ്റ് പരിശീലന കപ്പൽ L&T നിർമ്മിക്കുന്നതാണ്. ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിക്കുന്നു. കപ്പലിൻ്റെ പേര് കൃഷ്ണ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? അത് മീററ്റ് മെട്രോയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീററ്റ് മെട്രോ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏത്? അത് മീററ്റ് മെട്രോയാണ്. മീററ്റ് മെട്രോ. ഓക്കെ, അടുത്ത ചോദ്യം, ഡൽഹിക്കും UPയിലെ മീററ്റിനുമിടയിൽ 2026 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ RTS ഗതാഗത സംവിധാനം. ഉത്തരം നമോ ഭാരത്. ഏതാണ്? നമോ ഭാരത്. ഓക്കെ, അപ്പോൾ ഡൽഹിക്കും UPയിലെ മീററ്റിനുമിടയിൽ 2026 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത
രാജ്യത്തെ ആദ്യത്തെ RTS ഗതാഗത സംവിധാനം ഏത്? അത് നമോ ഭാരത്. ഓക്കെ, നമോ ഭാരത്. അപ്പോൾ ഡൽഹിക്കും UPയിലെ മീററ്റിനും ഇടയിൽ 2026 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ RTS, ഇങ്ങനെ ചോദിക്കും, RTS, രാജ്യത്തെ ആദ്യ RTS ഗതാഗത സംവിധാനം എവിടെയാണ്? സോറി, അതിൻ്റെ പേരെന്താണ്? എന്താണ് അത്? നമോ ഭാരതാണ്. ഡൽഹിക്കും മീററ്റിനും UPയിലെ മീററ്റിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമോ ഭാരത്? നമോ ഭാരത് എന്ന് പറയുന്നത് ഡൽഹിക്കും UPയിലെ മീററ്റിനും ഇടയിൽ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ RTS ഗതാഗത സംവിധാനമാണ്. ആർ ഉദ്ഘാടനം ചെയ്തു? നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ PSC ആണ്, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഡൽഹിക്കും മീററ്റിലെ UPക്കും ഇടയിലാണ് എന്ത്? നമോ ഭാരത്. നമോ ഭാരത് എന്താണ്? RTS ഗതാഗത സംവിധാനമാണ്. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു? നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അടുത്ത് 2006 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPF, ഇമ്പോർട്ടൻ്റ് ആണ്, CRPFിൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥ അത് സിമ്രാൻ ബാലയാണ്. ഓക്കെ, സിമ്രാൻ ബാല. അപ്പോൾ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFിൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥയാണ് സിമ്രാൻ ബാല. ആരാണ്? സിമ്രാൻ ബാല. ഇപ്പോൾ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFിൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥ ആരാണ്? അത് സിമ്രാൻ ബാല. സിമ്രാൻ ബാല. അടുത്ത്, വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ മൈക്രോബയോം അധിഷ്ഠിത സ്ഥാപനം അത് സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം, COEM. അപ്പോൾ വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ മൈക്രോബയോം അധിഷ്ഠിത സ്ഥാപനമാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. ഓക്കെ, സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. ഓക്കെ, അപ്പോൾ വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ മൈക്രോബയോം അധിഷ്ഠിത സ്ഥാപനം അത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം, COEM. ഓക്കെ, അടുത്ത്, ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം അതേതാണ്? അത് നമ്മുടെ രാജസ്ഥാനാണ്. അപ്പോൾ ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? അത് രാജസ്ഥാൻ. അപ്പോൾ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഗുജറാത്ത്, രണ്ടാമതായിട്ട് ആര് നടപ്പിലാക്കുന്നു? രാജസ്ഥാൻ നടപ്പിലാക്കാൻ പോകുന്നു. അടുത്ത ചോദ്യം, അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, ഫെസ്റ്റിവൽ 2026 പത്മപാണി അവാർഡിന് അർഹനായത് ആ വ്യക്തി ഇളയരാജയാണ്. ഇളയരാജ ആയതുകൊണ്ടാണ് എന്ത് നമ്മുടെ ഈ ഒരു നമുക്ക് പഠിക്കാൻ വരുന്ന ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അജന്ത എല്ലോറ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2026 പത്മപാണി അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത് ഇളയരാജയ്ക്കാണ്. ഓക്കെ, അപ്പോൾ പഠിച്ചു വച്ചേക്കുക, 2026 അജന്ത എല്ലോറ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ പത്മപാണി അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത് ഇളയരാജയ്ക്കാണ്. അടുത്ത ചോദ്യം, അതിവേഗം മുറിവുണക്കുവാൻ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച മെഡിക്കൽ ഉൽപ്പന്നം അത് കൊളിഡേം. ഓക്കെ, കൊളിഡേം. അതിവേഗം മുറിവുണങ്ങാൻ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജീസ് വികസിപ്പിച്ച മെഡിക്കൽ ഉൽപ്പന്നമാണിത് കോളിഡേം. എന്താണ് അതിൻ്റെ പേര്? കോളിഡേം. പെട്ടെന്ന് എന്ത് ചെയ്യും? മുറിവ് ഉണക്കും. അതിൻ്റെ പേര് കോളിഡേം. അടുത്ത്, ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ അതിൻ്റെ എത്രാമത് വാർഷികമാണ് 2026 ആഘോഷിക്കുന്നത്? എത്രാം വാർഷികം? 80ാമത് വാർഷികം. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ, ഞാനിപ്പോൾ നമ്മുടെ ഈ റിപ്പീറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഓക്കെ, അതും കൂടി എന്ത് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ അതിൻ്റെ
എത്രാമത് വാർഷികമാണ് 2026 ജനുവരി 23 ആഘോഷിക്കുന്നത് എന്നാണ് ചോദിച്ചത്. എത്രയാണ്? 80ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. അടുത്ത്, ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകയായി നിയമിതനായത് ആരാണ്? അമേലിയ വാൽവെർദ. അപ്പോൾ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകയായി നിയമിതയായതാരാണ്? അമേലിയ വാൽവെർദ. അമേലിയ വാൽവെർദ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ മുഖ്യ പരിശീലകയാരാണ് മക്കളെ? അമേലിയ വാൽവെർദ. 86ാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സമ്മേളനത്തിൽ നിയമസഭകളുടെ പ്രകടനം വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനും താരതമ്യം ചെയ്യുന്നതിനുമായി ആരംഭിക്കുമെന്ന് തീരുമാനിച്ചത് അതേതാണ്? ദേശീയ നിയമനിർമ്മാണ സൂചികയാണ്. ഓക്കെ, അപ്പോൾ 86ാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സമ്മേളനത്തിൽ നിയമസഭകളുടെ പ്രകടനം വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനും താരതമ്യം ചെയ്യുന്നതിനുമായി ആരംഭിക്കുമെന്ന് തീരുമാനിച്ചതാരാണ്? അത് ദേശീയ നിയമനിർമ്മാണ സൂചികയാണ്. അടുത്ത, ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ് ഔദ്യോഗികമായി ചേർന്ന രാജ്യം എവിടെയാണ്? സ്പെയിനിലാണ് ഔദ്യോഗികമായി ചേർന്നത്. സ്പെയിനാണ് ചേർന്ന രാജ്യം. ഓക്കെ, ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏത്? അത് സ്പെയിൻ. അപ്പോൾ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം സ്പെയിനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനലിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച ശാസ്ത്രജ്ഞയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ അനു ഗോപിനാഥിനാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനലിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച ശാസ്ത്രജ്ഞയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ അനു ഗോപിനാഥ്. ആർക്ക് കിട്ടി? ഡോക്ടർ അനു ഗോപിനാഥിനാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനലിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച ശാസ്ത്രജ്ഞയ്ക്കുള്ള പുരസ്കാരം. ആർക്ക് കിട്ടി? ഡോക്ടർ അനു ഗോപിനാഥ്. അടുത്ത്, കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം സ്നേഹം പദ്ധതിയാണ്. പദ്ധതികൾ അറിയാലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തോന്നും പോലെയൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് സ്നേഹം പദ്ധതി? കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് സ്നേഹം പദ്ധതി. എന്ത് പദ്ധതി? സ്നേഹം പദ്ധതി. ഓക്കെ, കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണിത് സ്നേഹം പദ്ധതി. അടുത്ത്, ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായി യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ASC അർജുൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായി യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? അർജുൻ എന്ന റോബോട്ടാണ്. ഓക്കെ, അർജുൻ എന്ന റോബോട്ട് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. എന്തിനാണ്? നമ്മുടെ യാത്രക്കാരുടെ ആ ഒരു സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ച എന്ത് റോബോട്ട്? ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഇത് അർജുൻ എന്ന് പറയുന്നത്. അടുത്ത്, സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. ഓക്കെ, അപ്പോൾ കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് കർണാടക സംസ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? അത് കർണാടക സംസ്ഥാനമാണ്. സെൽഫി അറ്റൻഡൻസ് എവിടെ വന്നു? കർണാടകയാണ് കൊണ്ടുവന്നു. ഓക്കെ, അടുത്ത്, നവാഗത സംവിധായകർക്കായി സംവിധായകൻ ഷാഫി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഷാഫി മെമ്മോറിയൽ അവാർഡിന് അർഹനായത് ആര്? ജിതിൻ കെ ജോസ്. ഓക്കെ, നവാഗത സംവിധായകർക്കായിട്ട് സംവിധായകൻ ഷാഫി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഷാഫി മെമ്മോറിയൽ അവാർഡിന് അർഹനായതാരാണ്? ജിതിൻ കെ ജോസ്. അപ്പോൾ ഷാഫി മെമ്മോറിയൽ അവാർഡിന് അർഹനായതാരാണ്? ജിതിൻ കെ ജോസ് ആണ് ഷാഫി മെമ്മോറിയൽ അവാർഡിന് അർഹനായത്. ഓക്കെ, അടുത്ത്,
2026 ജനുവരിയിൽ ഏകദേശം 12 ഹെക്ടർ വനഭൂമിയെ നശിപ്പിച്ച കാട്ടുതീ പടർന്നു പിടിക്കുന്ന പാൻഗോലക വന്യജീവി സങ്കേതം എവിടെയാണ്? ചോദിക്കാം. പാൻഗോലക വന്യജീവി സങ്കേതം, അവിടെ കാട്ടുതീ എന്ത് ചെയ്തു? പടർന്നു പിടിച്ചു. അപ്പോൾ പാൻഗോലക വന്യജീവി സങ്കേതം എവിടെയാണ്? സിക്കിമിലാണ് ഗോലക വന്യജീവി സങ്കേതം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാൻഗോലക വന്യജീവി സങ്കേതം എവിടെയാണ്? സിക്കിമിലാണ്. സിക്കിം. ഇവിടെ തീ പിടിച്ചൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. എവിടെയാണ് പാൻഗോലക വന്യജീവി സങ്കേതം? എവിടെയാണ്ടാ? സിക്കിമിലാണ് പാൻഗോലക വന്യജീവി സങ്കേതം. അപ്പോൾ എവിടെയാണ് പാൻഗോലക വന്യജീവി സങ്കേതം? സിക്കിമിലാണ് പാൻഗോലക വന്യജീവി സങ്കേതം. അപ്പോൾ നമ്മൾ രണ്ടാമത് നോക്കിയ സെറ്റ്, അതിൻ്റെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയുടെ കരുത്ത് കൂട്ടാൻ വന്ന പുതിയ ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ, നമ്മുടെ കമ്മീഷൻ ചെയ്ത ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതാണ്? INS അഞ്ച്ദീപാണ്. 2026 റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ച സ്റ്റെൽത്ത് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഏതാണ്ടാ? അത് സുഖോയ് ആണ്. ഏതാണ്? സുഖോയ് 57. 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം ഇന്ത്യ വാങ്ങുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. പേര് സുഖോയ് 57. ഇന്ത്യൻ നാവികസേനയ്ക്കായി LNT ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന ആദ്യ കേഡറ്റ് പരിശീലന കപ്പലാണ് കൃഷ്ണ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏത്? മീററ്റ് മെട്രോ. ഡൽഹിക്കും UPയിലെ മീററ്റിനുമിടയിൽ 2026 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ RTS ഗതാഗത സംവിധാനം, അത് നമോ ഭാരത്. എവിടെയാണ്? ഡൽഹിക്കും UPയിലെ മീററ്റിനുമിടയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പേര് നമോ ഭാരത്. എന്താണ് നമോ ഭാരത്? നമോ ഭാരത് ഒരു RTS ഗതാഗത സംവിധാനമാണ്. അടുത്ത് 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിനെ നയിച്ചത് ആരായിരുന്നു? സിമ്രാൻ ബാല. വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ മൈക്രോബയോം അധിഷ്ഠിത സ്ഥാപനമാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഏത്? അത് രാജസ്ഥാനാണ്. അജന്ത എല്ലോറ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2026 പത്മപാണി അവാർഡിന് അർഹനായതാരാണ്? അത് ഇളയരാജയാണ്. അതിവേഗം മുറിവുണങ്ങുവാൻ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച മെഡിക്കൽ ഉൽപ്പന്നം? ഉത്തരം കോളിഡേം. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ അതിൻ്റെ എത്രാമത് വാർഷികമാണ് 2026 ജനുവരി 23 ആഘോഷിക്കുന്നത്? 80ാം വാർഷികം. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലക ആരാണ്? അമേലിയ വാൽവർദ. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലക ആരാണ്? അമേലിയ വാൽവർദ. 86ാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സമ്മേളനത്തിൽ നിയമസഭകളുടെ പ്രകടനം വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനും താരതമ്യം ചെയ്യുന്നതിനുമായി ആരംഭിക്കുമെന്ന് തീരുമാനിച്ചത്? അത് ദേശീയ നിയമനിർമ്മാണ സൂചിക. ഓക്കെ. എന്താണത്? ദേശീയ നിയമനിർമ്മാണ സൂചികയാണ്. ഓക്കെ. ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണ്? അത് സ്പെയിനാണ്. ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏത് രാജ്യം? അത് സ്പെയിനാണ്. ഏത് രാജ്യമാണ്? സ്പെയിനാണ്. ഓക്കെ. അടുത്ത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനലിറ്റിക്കൽ സയൻസസ് ഏർപ്പെടുത്തിയ മികച്ച ശാസ്ത്രജ്ഞയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ്? നമ്മൾ പഠിച്ചു, ഡോക്ടർ അനു ഗോപിനാഥ്. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം സ്നേഹം പദ്ധതി. ഇന്ത്യൻ റെയിൽവേയിൽ ആദ്യമായി യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ഏത്? ഉത്തരം അർജുൻ റോബോട്ട്. എവിടെയാണ്? വിശാഖപട്ടണത്താണ്. സർക്കാർ ജീവനക്കാരുടെ ഹാജർ നില കൃത്യമാക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? കർണാടക. ഓക്കെ. നവാഗത സംവിധായകർക്കായിട്ട് സംവിധായകൻ ഷാഫി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഷാഫി മെമ്മോറിയൽ അവാർഡിന് അർഹനായത് ജിതിൻ കെ ജോസ്. 2026 ഏകദേശം 12 ഹെക്ടർ വനഭൂമിയെ നശിപ്പിച്ച കാട്ടുതീ പടർന്നു പിടിക്കുന്ന വേറൊന്നുമില്ല പാൻഗോലക വന്യജീവി സങ്കേതം എവിടെയാണ്? സിക്കിമിലാണ്. പാൻഗോലക വന്യജീവി സങ്കേതം സിക്കിമിലാണ്. അടുത്ത സെറ്റ് ചോദ്യങ്ങൾ നോക്കാം. 2026 പത്മ പുരസ്കാരം. ഓക്കെ. നമ്മൾ പഠിച്ചതാണ്.
നമ്മളല്ല എല്ലാവരും പഠിച്ചാൽ നോക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ ആരാണ്? പത്മവിഭൂഷൺ ആർക്ക് കിട്ടി? കുറേ പേർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അതൊന്നും പറയുന്നില്ല, നമുക്ക് കിട്ടുന്ന മാത്രം. പത്മവിഭൂഷൺ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ കിട്ടി. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടി. VS അച്യുതാനന്ദനാണെങ്കിൽ പത്മവിഭൂഷൺ, നമ്മുടെ മമ്മൂട്ടിയാണെങ്കിൽ പത്മഭൂഷൺ. ഓക്കെ, VS അച്യുതാനന്ദൻ്റെ ആ ഒരു അദ്ദേഹത്തിന് നീട്ടറിയാം, നീട്ട് പത്മഭൂഷൺ അങ്ങനെ ഓർത്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ പത്മവിഭൂഷൺ. ഓക്കെ, VS അച്യുതാനന്ദൻ്റെ വിഭൂഷൺ. ഓക്കെ, പത്മവിഭൂഷൺ VS അച്യുതാനന്ദൻ, പത്മഭൂഷൺ മമ്മൂട്ടി, പത്മഭൂഷൺ മമ്മൂട്ടി. ഓക്കെ, അടുത്ത് പത്മഭൂഷൺ മമ്മൂട്ടി, പത്മവിഭൂഷൺ VS അച്യുതാനന്ദൻ. അടുത്ത് കായിക മേഖലയിൽ പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് ഇതിഹാസ താരം, അത് വിജയ് അമൃത രാജാണ്. അപ്പോൾ കായിക മേഖലയിൽ പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് ഇതിഹാസ താരം ആരാണ്? വിജയ് അമൃത രാജ്. കായിക മേഖലയിലെ ഓക്കെ പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് ഇതിഹാസ താരം ആരാണ്? വിജയ് അമൃത രാജ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ചത് ആർക്കാണ്? ശുഭാംശു ശുക്ലയ്ക്കാണ് അശോക ചക്ര കിട്ടിയത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ചത് എവിടെയാണ്? ആർക്കാണ്? ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര കിട്ടി. അടുത്ത് കീർത്തി ചക്ര ആർക്ക് കിട്ടി? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ് എന്ത് ചെയ്തത്? കീർത്തി ചക്ര കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ചത് ശുഭാംശു ശുക്ലയ്ക്കും, പിന്നെ കീർത്തി ചക്ര ആർക്ക് കിട്ടി? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കുമാണ് കീർത്തി ചക്ര കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ അശോക ചക്ര ശുഭാംശു ശുക്ലയ്ക്ക് കിട്ടി, പിന്നെ കീർത്തി ചക്ര ആർക്ക് കിട്ടി? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ് കീർത്തി ചക്ര കിട്ടിയത്. ഓക്കെ, അപ്പോൾ കീർത്തി ചക്ര പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അശോക ചക്ര ആർക്കാണ്? ശുഭാംശു ശുക്ല. പ്രമേഹ രോഗികൾക്കായി ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ശ്വാസത്തിലൂടെ ഉപയോഗിക്കാവുന്ന അതിവേഗം പ്രവർത്തിക്കുന്ന ഇൻഹേൽഡ് ഇൻസുലിൻ്റെ പേര്, അതിൻ്റെ പേരാണ് ആഫ്രസ. ഓക്കെ, അപ്പോൾ പ്രമേഹ രോഗികൾക്കായി ടൈപ്പ് 1 ആൻഡ് 2 ശ്വാസത്തിലൂടെ ഉപയോഗിക്കാവുന്ന അതിവേഗം പ്രവർത്തിക്കുന്ന ഇൻഹെയിൽഡ് ഇൻസുലിൻ്റെ പേര് എന്താണ്? ആഫ്രസ ഇൻസുലിൻ. ഇൻസുലിൻ്റെ പേരെന്ത്? ആഫ്രസ. ഓക്കെ, അടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രൊഫഷണൽ നിലവാരമുള്ള ഇമെയിലുകൾ എഴുതുവാൻ സഹായിക്കുന്ന ഗൂഗിൾ ജിമെയിൽ അവതരിപ്പിച്ച AI ഫീച്ചർ ഹെൽപ്പ് മീ റൈറ്റ്. ഓക്കെ, അപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ പ്രൊഫഷണൽ നിലവാരമുള്ള ഇമെയിലുകൾ എഴുതുവാൻ സഹായിക്കുന്ന ഗൂഗിൾ ജിമെയിൽ അവതരിപ്പിച്ച AI ഫീച്ചർ. ഉത്തരം ഹെൽപ്പ് മീ റൈറ്റ്. ഉത്തരം ഏതാണ്? ഹെൽപ്പ് മീ റൈറ്റ്. അടുത്ത് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള, അതായത് 67,800 വർഷം, വേറൊന്നുമില്ല, ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ മൂനാ ദ്വീപ് ഏത് രാജ്യത്താണ്? മൂനാ ദ്വീപ് ഇന്തോനേഷ്യയിലാണ്. ഓക്കെ, അപ്പോൾ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ മൂനാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് ഇന്തോനേഷ്യയിലാണ്. ഓക്കെ, മൂനാ ദ്വീപ് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ് മൂനാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യ മലയാളി മുസ്ലിം വനിത ആരാണ്? ഹുസ്ന ബാനു സുബൈജൻ. ഓക്കെ, അപ്പോൾ കേരള കലാമണ്ഡലത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യ മലയാളി മുസ്ലിം വനിത ആരാണ്? ഹുസ്ന ബാനു സുബൈജൻ. അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടപ്പിലാക്കുന്ന ഏത് വർഷമാണ്? 2027. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടപ്പാക്കുന്ന ഏത് വർഷമാണ്? 2027 സമ്പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നത്? ഡിജിറ്റൽ സെൻസസ് ആക്കുന്നത്. ഓക്കെ. അടുത്ത് 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? നമുക്കറിയാം, കൊച്ചി വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും. അപ്പോൾ 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം കൊച്ചി വാട്ടർ മെട്രോയും പിന്നെ 100% ഡിജിറ്റൽ സാക്ഷരതയും. ഓക്കെ, 100% ഡിജിറ്റൽ സാക്ഷരതയും. 2026 ബാഫ്റ്റ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മണിപ്പൂരി ചിത്രം ഏത്? നമ്മുടെ ബൂങ്. സംവിധാനം ചെയ്തതാരാണ്? ലക്ഷ്മി പ്രിയ ദേവിയാണ്. ഓക്കെ, ലക്ഷ്മി പ്രിയ ദേവിയാണ് സംവിധാനം ചെയ്തത്. ഓക്കെ, ഇപ്പോൾ 2026 ബാഫ്റ്റ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മണിപ്പൂരി ചിത്രമാണിത്, ബൂങ് എന്ന് പറയുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഒരു കൊച്ചിറങ്ങൻ നമ്മുടെ കയ്യിലിങ്ങനെ
ഒരു മാനിൻ്റെ അങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ഓക്കെ, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ 2026 ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മണിപ്പൂരി ചിത്രമാണ് ബൂങ്. ആ ബൂങ് സംവിധാനം ചെയ്താരാണ്? ലക്ഷ്മിപ്രിയ ദേവിയാണ്. അപ്പോൾ സംവിധാനം ലക്ഷ്മിപ്രിയ ദേവി, ചിത്രം ബൂങ്. അടുത്ത്, കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായി മാറിയത് ഏതാണ്? ആറളം ചിത്രശലഭ സങ്കേതമാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് മാറിയത് ഏത്? ആറളം ചിത്രശലഭ സങ്കേതം. ഓക്കെ, അറിയാവുന്നതാണ്. അടുത്ത്, സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താൻ നാസയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഡീപ്പ് ലേണിംഗ് AI മോഡൽ എക്സോമൈനർ ആണ്. ഓക്കെ, എക്സോമൈനർ പ്ലസ് ഓക്കെ വേണ്ട, എക്സോമൈനർ. ഓക്കെ, അപ്പോൾ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താൻ നാസയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഡീപ്പ് ലേണിംഗ് AI മോഡലിൻ്റെ പേര് എക്സോമൈനർ. അടുത്ത്, യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസിൻ്റെ മുകളിൽ ഓക്സിജൻ സിലിണ്ടറിന് സഹായമില്ലാതെ 24 മണിക്കൂർ ചിലവഴിച്ച ആദ്യ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് അത് രോഹ്താഷ് ഖിലേരിയാണ്. ഓക്കെ, അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എൽബ്രസിൻ്റെ മുകളിൽ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായമില്ലാതെ 24 മണിക്കൂർ ചിലവഴിച്ച ആദ്യ വ്യക്തി ആരാണ്? രോഹ്താഷ് ഖിലേരി. 2026 ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ഏത്? കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയമാണ്. അപ്പോൾ 2026 ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ഏതാണ്? അത് കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. ഓക്കെ, അടുത്ത്, നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നമുക്കറിയാം KN ബാലഗോപാലാണ്. 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നു എന്ത് ആ ഒരു ഇതിൻ്റെ സമയദൈർഘ്യമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? KN ബാലഗോപാലാണ്. എത്ര മണിക്കൂർ? 2 മണിക്കൂർ 52 മിനിറ്റ്. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് രാജ്യത്തെ ആദ്യത്തെ ആർത്തവ വിരാമ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണത്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യ ആർത്തവ വിരാമ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏത്? അത് മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ മാനസികവും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് രാജ്യത്തെ ആദ്യത്തെ ആർത്തവ വിരാമ ക്ലിനിക്കുകൾ ആരംഭിച്ചത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, അടുത്ത്, മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് അരുന്ധതി റോയ് ആണ്. പുസ്തകം മദർ മേരി കംസ് ടു മീ. അപ്പോൾ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അരുന്ധതി റോയ് ആണ്. പുസ്തകം ഏതാണ് മക്കളെ? മദർ മേരി കംസ് ടു മീ. അരുന്ധതി റോയ്, പുസ്തകം മദർ മേരി കംസ് ടു മീ. അടുത്ത, മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ മെഫെഡ്രോൺ നിർമ്മാണ ലാബ് തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് നടത്തിയ ദൗത്യത്തിൻ്റെ പേര്? ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്ക്മേറ്റ്. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ മെഫെഡ്രോൺ നിർമ്മാണ ലാബ് തകർക്കാൻ ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ മെഫെഡ്രോൺ. ഓക്കെ, ആ ഒരു പ്രൊണൗൺസിയേഷൻ. ഓക്കെ, മെഫെഡ്രോൺ നിർമ്മാണ ലാബ് തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് നടത്തിയ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്ക്മേറ്റ്. ഓക്കെ, ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്ക്മേറ്റ്. അടുത്ത്, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടിൻ്റെ പേര്? ഉത്തരം തസ്തറാക്ക്. എന്താണ് അതിൻ്റെ പേര്? തസ്തറാക്ക്. അപ്പോൾ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടിൻ്റെ പേര് തസ്തറാക്ക്. ഓക്കെ, തസ്തറാക്ക് ഓർത്തു വെച്ചോ. എന്താണ് തസ്തറാക്ക്? 2026 മാവോയിസ്റ്റ് രഹിതമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഒഡീഷയിലെ വന്യജീവി സങ്കേതമാണ് സുനബേദ വന്യജീവി സങ്കേതം. ഓക്കെ, അപ്പോൾ സുനബേദ വന്യജീവി സങ്കേതം എന്തായി? നമ്മുടെ മാവോയിസ്റ്റ് രഹിത വന്യജീവി സങ്കേതമായിട്ട് മാറി. അപ്പോൾ 2026 ജനുവരിയിൽ മാവോയിസ്റ്റ് രഹിതമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഒഡീഷയിലെ വന്യജീവി സങ്കേതം ഏതാണ്? സുനബേദ വന്യജീവി സങ്കേതം. അടുത്ത്, ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്മാർട്ട് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഫിഷിംഗ് ഹാർബർ വികസിപ്പിക്കുന്ന എവിടെയാണ്? അത് മായാബന്ദർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലാണ്.
അപ്പോൾ ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്മാർട്ട് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഫിഷിംഗ് ഹാർബർ വികസിപ്പിക്കുന്ന എവിടെയാണ്? മായാബന്ദർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലാണ്. ഓക്കെ, മായാബന്ദർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ്. എന്താണ്? ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ സ്മാർട്ട് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഫിഷിംഗ് ഹാർബറാണ് എവിടെ വരുന്നു? നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ മായാബന്ദർ. ഓക്കെ, അടുത്ത് നാഗാലാൻഡ് സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യയിനം ഹോയ നാഗൻസിസ്. ഓക്കെ, നാഗാലാൻഡ് സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യ ഇനം ഏതാണ് മക്കളെ? ഹോയ നാഗൻസിസ്. ഹോയ നാഗൻസിസ്. ഹോയ നാഗൻസിസ് ആര് കണ്ടെത്തി? നാഗാലാൻഡിലെ ഗവേഷകർ കണ്ടെത്തി ഹോയ നാഗൻസിസ്. അടുത്ത് സ്കൂളുകളിൽ ആർത്തവ ശുചിത്വ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നത് മൗലികാവകാശമാണെന്ന സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി പ്രധാനമായും ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? നമുക്കറിയാം, സ്കൂളുകളിൽ ആർത്തവ ശുചിത്വം സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നത് മൗലികാവകാശമാണ് എന്ന് എന്ത് ചെയ്തു? സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. അത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21 പറയുന്നത് മാന്യമായി ജീവിക്കാനുള്ള അവകാശവും ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും. നല്ല ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ആർത്തവ ശുചിത്വ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നത് മൗലികാവകാശമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു, അല്ലെങ്കിൽ ചരിത്ര വിധി എന്ത് ചെയ്തു? പുറത്തിറക്കി. അപ്പോൾ അത് ഏത് അനുച്ഛേദത്തെ ആസ്പദമാക്കിയിട്ടുള്ളായിരുന്നു? ആർട്ടിക്കിൾ 21 21A. 21 പറയുന്നത് എന്താണ്? മാന്യമായി ജീവിക്കാനുള്ള അവകാശം. 21A പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇത്രയും പഠിച്ച ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഇത്രയും ചോദ്യങ്ങളോട് കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു 50+ ചോദ്യങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കേൾക്കും. ഓക്കെ, ഇപ്പോൾ 2026 പത്മ പുരസ്കാരത്തിൽ BS അച്യുതാനന്ദനാണെങ്കിൽ എന്താണ്? പത്മവിഭൂഷൺ കിട്ടി. മമ്മൂട്ടിക്കാണെങ്കിൽ പത്മഭൂഷൺ കിട്ടി. കായിക മേഖലയിൽ പത്മഭൂഷൺ ലഭിച്ച ടെന്നീസ് ഇതിഹാസ താരമാണ് വിജയ് അമൃതരാജ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ചത് ശുഭാംശു ശുക്ല. കീർത്തി ചക്ര കിട്ടിയത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രമേഹ രോഗികൾക്ക് ടൈപ്പ് 1 ടൈപ്പ് 2 ശ്വാസത്തിലൂടെ ഉപയോഗിക്കാവുന്ന ആ ഒരു ഇൻഹെയിൽഡ് ഇൻസുലിൻ്റെ പേരെന്താണ്? അഫ്രസ എന്ന് പറയുന്ന ഇൻസുലിനാണ്. ഓക്കെ, അഫ്രസ ഇൻസുലിൻ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഹെയിൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നിമിഷങ്ങൾക്കുള്ളിൽ പ്രൊഫഷണൽ നിലവാരമുള്ള ഇമെയിലുകൾ എഴുതുവാൻ സഹായിക്കുന്ന ഗൂഗിൾ ജിമെയിൽ അവതരിപ്പിച്ച AI ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ മൂന ദ്വീപ് എവിടെയാണ്? അത് ഇന്തോനേഷ്യയിലാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യ മലയാളി മുസ്ലിം വനിതയാണ് ഹുസ്ന ബാനു സുബൈജൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടക്കുന്ന ഏത് വർഷമാണ്? 2027. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? കൊച്ചി വാട്ടർ മെട്രോയും പിന്നെ 100% ഡിജിറ്റൽ സാക്ഷരതയും. 2026 ബാഫ്റ്റ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മണിപ്പൂരി ചിത്രം ബൂങ്. സംവിധാനമാരാണ്? ലക്ഷ്മി പ്രിയ ദേവി. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് മാറിയത് ഏതാണ്? ആറളം ചിത്രശലഭ സങ്കേതം. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താൻ നാസയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഡീപ്പ് ലേണിംഗ് AI മോഡൽ എക്സോ മൈനർ. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എൽബ്രസിന്റെ മുകളിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ 24 മണിക്കൂർ ചിലവഴിച്ച ആദ്യ വ്യക്തി ആരാണ്? രോഹ്താഷ് ഖിലേരി. 2026 ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ഏതായിരുന്നു? കോഴിക്കോട് EMS കോർപ്പറേഷൻ മ്യൂസിയം. നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? KN ബാലഗോപാലാണ്. 2 മണിക്കൂർ 52 മിനിറ്റ്. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് രാജ്യത്തെ ആദ്യത്തെ ആർത്തവ വിരാമ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്ര. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായതാരാണ്? അരുന്ധതി റോയാണ്. കൃതി മദർ മേരി കംസ് ടു മീ. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ മെഡഫ്രോൺ നിർമ്മാണ ലാബ് തകർക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്ക്മേറ്റ്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടിന്റെ പേര് എന്താണ്? തസ്രാക്ക് ഫോണ്ട്.
2026 മാവോയിസ്റ്റ് രഹിതമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഒഡീഷയിലെ വന്യജീവി സങ്കേതം സുനബേദ വന്യജീവി സങ്കേതം. ഇന്ത്യയുടെ സമുദ്രാടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്മാർട്ട് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഫിഷിംഗ് ഹാർബർ വികസിപ്പിച്ചത് എവിടെയാണ്? മായാബന്ദർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. നാഗാലാൻഡ് സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യ ഇനം ഹോയ നാഗെൻസിസ്. സ്കൂളുകളിൽ ആർത്തവ ശുചിത്വ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നത് മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി പ്രധാനമായും ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? അനുച്ഛേദം 21, പിന്നെ അനുച്ഛേദം 21A. അനുച്ഛേദം 21 പറയുന്നത് എന്താണ്? മാന്യമായി ജീവിക്കാനുള്ള അവകാശം. അനുച്ഛേദം 21A പറയുന്നത് എന്താണ്ട? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ 50+ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്ത് നോക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവേത് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് അവർക്കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം പഠിച്ച് വേറെ ഒന്നുമില്ല, ഏത് വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ എയിം എന്തായിരിക്കണം? പെട്ടെന്ന് പഠിച്ച് ജോലി കയറുക. അപ്പോൾ എന്ത് ചെയ്യുക? ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.